അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ കേരളം കത്തും. കേരളത്തിലെ ജയിൽ ഇനി ഉണ്ടാക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഹണി റോസിനെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് ചിലപ്പോൾ അന്യ സംസ്ഥാനത്തിനുള്ള ആൾക്കാരുടെ സഹായം തേടേണ്ടി വരും, സെൻട്രൽ ജയിലിൻ്റെയൊക്കെ. കാരണം അതുപോലെയാണ് ഈ ഒരു വിഷയം. സീരിയസ് ഗൈസ്, ഹണി റോസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 30 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 27 ആയിരുന്നു. ഇന്ന് രാവിലെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് 30 പേർക്കെതിരെ. ഒന്ന് വെച്ചാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ കമൻറ്റോളികൾ, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് അമ്മമാർ പച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറയും, നിൻ്റെ അത് കണ്ടില്ലേ, നിൻ്റെ ഇത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ വൃത്തികേടായിരിക്കും കമൻറ്റും കാര്യങ്ങളും ഇടുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഹണി റോസ് ഇത് എന്തുകൊണ്ട് നേരത്തെ ഇത് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഹണി റോസിനോട് എടുത്ത് പറയുന്നുണ്ട്, നീ കാണിച്ചിട്ടല്ലേ ഇവർ പറയുന്നത്, അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളുടെ പോച്ചയണ്ണൻ ഉയിര് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പോച്ചയണ്ണൻ്റെ ചാരിറ്റി പരിപാടിയും കാര്യങ്ങളും ഒക്കെ നമ്മളറിയാൻ കഴിഞ്ഞത് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും പൈസയും കാര്യങ്ങളൊക്കെ പിരിവിടുന്നതെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ രംഗത്ത് വരുന്നു എന്നും കേൾക്കാനിടയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നമുക്ക് പോച്ചയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോവാം. പൂച്ചേണ്ണൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, നടി ഹണി റോസിനെതിരായ അശ്ലീല കമന്റിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചെസ് നമ്പർ 1 കമോൺ പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതി അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ചെസ് നമ്പർ വന്നിരിക്കുന്നു. ആരാണ് ആദ്യത്തെ ഭാഗ്യവാൻ? ഇത് ആരാണെന്നുള്ളത് നമുക്ക് പോലീസ് വ്യക്തമാക്കുന്നില്ല. സ്റ്റേഷനിൽ എത്തിയ ശേഷം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. പനങ്ങാട് നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 30 പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ ഏറ്റവും അടുത്തുള്ള ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പനങ്ങാട് നിന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പ്രതികളുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേട്ടല്ലോ. ഈ നിസ്സാര കാര്യമൊന്നുമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റും കാര്യങ്ങളും ഒക്കെ. ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ ഉള്ളവരാണ് കൂടുതലും ഈ ഡി പിയും കാര്യങ്ങളൊക്കെ സ്വന്തം ഡി പി ഇട്ടുകൊണ്ടായിരിക്കും കമൻറ്റ് ഇടുന്നത്. ഫേസ്ബുക്കിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കമൻറ്റൊക്കെ ഇങ്ങനെ ഇടാത്തത്. ഈ കമൻറ്റ് ഇടുന്നവന്മാരുടെ ഫ്രണ്ട്സ് തന്നെ ഇത് കാണും. നാണക്കേടാ സത്യത്തിലാണ്. ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ ഇതുപോലെ ഒരു കമൻറ്റ്, ഒരു നടിയുടെ ഒരു ഇച്ചിരി ഹോട്ടായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിടുക കണ്ട് ചെയ്തു. അതേ കിടക്കുന്നു പണി വാലമ്പളത്തേക്ക് കിട്ടി. ഇത് സജഷൻ പോയി സ്വന്തം തന്ത എടുത്തതാണ്, അത് വേറെ കാര്യം. തന്ത വന്നിട്ടെടുത്ത് മോനെ എടുത്തത് അത് വന്നിട്ട് വൈകിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിലിരുന്ന് കരച്ചിലായിരുന്നു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് എന്തുവാ അത് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീടാ അറിയുന്നത് ഇന്ന പോലെ കമൻ്റ് ഇട്ട് തന്തയ്ക്ക് സാധിഷ്ടം പോയെന്നുള്ള രീതി. അതും പണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിക്കുള്ളൊരു നാണക്കേടില്ല. നിൻ്റെയൊക്കെ ഈ കമൻറ്റും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പെങ്ങൾ കാണാം, അമ്മ കാണാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടിടുക. പിന്നെ അതുപോലെ തന്നെ നിയമം മാറി, സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് അമ്മാവന്മാരോട് എടുത്ത് ഞാൻ പറയുകയാണ്, സൂക്ഷിച്ചും കണ്ടു നിന്നാൽ നിങ്ങൾക്കൊക്കെ നല്ലത്, അല്ലെങ്കിൽ ഏറിലോട്ട് പോവാം. പോലീസ് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമല്ലേ പരാതി? അതെ, തീർച്ചയായും സ്ത്രീത്വത്തെ അപമാനിച്ചു, സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം കമന്റ് ഇട്ടു എന്നടക്കമുള്ള പരാതികളിലാണ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ 30 പേർ മാത്രമല്ല ഈ പ്രതിപട്ടിക കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നാലെയും ഹണി റോസിനെ അപമാനിച്ച് ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാനാണ് സെൻട്രൽ പോലീസിന്. ഹണിയുടെ പോസ്റ്റ് വന്നതിന് ശേഷം എല്ലാവരും ചോദിച്ചു പോച്ചയുടെ പേരെന്താ പറയുന്നത്. സത്യത്തിൽ അത് എടുത്ത് പറയേണ്ട ഒരു ആവശ്യം തന്നെയായിരുന്നു. സത്യത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ സഹായിക്കുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ എന്ന് വെച്ചാൽ അതൊരു തോന്നിയവാസമായിട്ട് എടുക്കരുത് എന്നേ ഉള്ളൂ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നല്ല രീതിയിൽ പുള്ളി മുതലെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി മാസാണ്, തേങ്ങയാണ്, കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പോച്ച എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ രംഗത്ത് വന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായി ഇന്ന ആളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, പോച്ചയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തുവായാലും
അതൊരു നല്ലൊരു കാര്യം തന്നെ. പക്ഷെ പേരെടുത്ത് പറയാമായിരുന്നു, പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ കുരു പൊട്ടിപ്പോയേനെ. ഇപ്പോൾ ഇദ്ദേഹത്തിനും പറയാം, എൻ്റെ പേര് ഇവിടെ എടുത്തും പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് വേണമെങ്കിൽ വലിയ രീതിയിൽ പറയാം. പിന്നെ ഇയാളുടെ സംസാര രീതികളും കാര്യങ്ങളും പക്ക വൾഗർ എന്ന് പറയാം. ഓക്കെ, എന്തായാലും ബാക്കി ന്യൂസും കൂടെ. ഹണി റോസ് രണ്ടും കൽപ്പിച്ചാണ്, ഇത് വിടുന്ന ലക്ഷണമില്ല. തീർച്ചയായും അരുൺകുമാർ, കാരണം ഹണി റോസ് പറയുന്നത് തന്നെ കുറച്ച് അധികം കാലമായി ഇത്തരം മോശം കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റുകളോട് താൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് താൻ ആ കമന്റുകളെയൊക്കെ എന്റർടൈൻ ചെയ്യുന്നു എന്ന തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിലവിൽ പരാതിയുമായി ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പരാതി കൊടുക്കാൻ ഹണി റോസ് തയ്യാറായത് എല്ലാ അതിരുകളും വിട്ട ചില പരാമർശങ്ങളും പദപ്രയോഗങ്ങളും ഈ ഫേസ്ബുക്കിലടക്കം സജീവമായ ഒരു സാഹചര്യത്തിലാണല്ലേ സൈഫുനിസ? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യവസായി അടക്കം പരസ്യമായി അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പരസ്യമായി മോശം കമന്റ് പറയുമ്പോഴും ഹണി റോസ് അത് അവഗണിച്ച് തികഞ്ഞ അവഗണിച്ച് കളയുന്നതാണ് കണ്ടത്. പക്ഷെ പിന്നീട് വീണ്ടും ആവർത്തിക്കുന്നതായിരുന്നു. അത് കൂടാതെ ഇവരുടെ ഫേസ്ബുക്കിൽ വന്ന ആളുകൾ കമന്റ് ഇടുന്നു. ഇവരുടെ വസ്ത്രധാരണവും ഇവരുടെ ജീവിത രീതിയും എല്ലാം ഇവരുടെ മാത്രം അവകാശമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ നാൽക്കവലകളിലിരുന്ന് നാലുപേര് ഇതേപോലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളും കമന്റുകളും ഒക്കെ അടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. അതൊക്കെ നിങ്ങൾ നടത്തിയാൽ ആ ഇരിക്കുന്ന 3 പേര് മാത്രമേ കേൾക്കൂ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നാട്ടുകാർ മുഴുവൻ കാണുകയല്ലേ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിൻ്റെ പേരിലാണ് കേസ്. ഈ ചുമ്മാ ഇരുന്ന് ചില സമയത്ത് ഞരമ്പിലൂടെ ഇങ്ങനെ രക്തം ഒഴുകുന്ന സമയത്ത് തോന്നുന്ന ചില വിക്രിയകളാണ്. എന്തായാലും ഉണ്ടതില്ല. 10 പേരല്ല 30 പേരാണ്. ഇനിയും ഒരുപക്ഷെ പട്ടിക നീളാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുയോഗത്തിന്റെ ആൾ ജയിലിൽ പോവേണ്ടി വരും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹണി റോസിന്റെ പേരിൽ അനാവശ്യമായ കമന്റുകൾ നിങ്ങൾ ഇടാതിരിക്കുക. ഹണി റോസിന്റെ പേരിൽ ഞരമ്പിലോട് ഇച്ചിരി കൂടുമ്പോഴുള്ള കുഴപ്പങ്ങളാ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ, എൻ്റെ പൊന്ന്, ഇങ്ങനെയാണെങ്കിൽ കേരളം കത്തും. കേരളത്തിലെ ജയിൽ ഇനി ഉണ്ടാക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഹണി റോസിനെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് ചിലപ്പോൾ അന്യ സംസ്ഥാനത്തിനുള്ള ആൾക്കാരുടെ സഹായം തേടേണ്ടി വരും, സെൻട്രൽ ജയിലിൻ്റെയൊക്കെ. കാരണം അതുപോലെയാണ് ഈ ഒരു വിഷയം സീരിയസ്ലി. കാരണം 1-2 പേരും അല്ല ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അവന്മാരെന്തായാലും പെട്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ എന്താ പറയണ്ടേ, തുമ്പത്ത് ചൊറിച്ചിൽ വരുമ്പോൾ കാണിക്കുന്ന ഈ ചില ഇതുണ്ടല്ലോ, അത് നിർത്തുന്നത് നല്ലതായിരിക്കും. ഈ കമൻസും കാര്യങ്ങളും ഇടുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുന്നത് തന്നെയാണ്. അതും ആലോചിക്കണം. അതുപോലെ തന്നെ ഇത് എടുത്തുകൊണ്ട് ചുമ്മാ ഒന്ന് കൊണ്ടു കൊടുത്താൽ മതി, പണി പാലമ്പളത്തിൽ കിട്ടും. പിന്നെ ഇത് സംബന്ധപ്പെട്ട ഹണി റോസിന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട്, അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അതെനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. ഞാനൊരു 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിച്ചിരി നേരത്തെ പ്രതികരിക്കാമായിരുന്നു. ഇപ്പോൾ ഒരു സമൂഹത്തിന് നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം, ഇച്ചിരി നേരത്തെ ആകാമായിരുന്നു. കാരണം ഒരു പെൺകുട്ടികൾക്ക് ധൈര്യം കൂടാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമൻ്റ് ഇടുന്നവർ എന്നോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ചിലവന്മാരൊക്കെ ഈ വോയിസ് ക്ലിപ്പിൻ്റെ താഴെയിലും പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. ആവശ്യമില്ലാതെ സൂക്ഷിക്കുക. ഇപ്പം ഇതൊരു പാഠമായിരിക്കട്ടെ. കാരണം ഇതെല്ലായിടത്തും സംഭവം സ്പ്രെഡായിട്ടുണ്ട്. ഇനി പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് ഓരോരുത്തർക്ക് കേസ് കൊടുക്കാൻ പറ്റും. കാരണം അതുപോലത്തെ രീതിയിലാണ് ഇപ്പം നമ്മളിടുന്ന വീഡിയോയുടെ താഴേക്ക് അമ്മയ്ക്കും അച്ഛനും ഒക്കെയാണ് ഫേസ്ബുക്കിൽ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഫേസ്ബുക്കിലോട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂര തെറിവിളിയായിരിക്കും. ഈ പറയുന്ന യൂട്യൂബിലിട്ടാലോ ആൾക്കാർ കറക്റ്റ് പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞ് കമൻസും കാര്യങ്ങളും ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും. അതുപോലെ ഇൻസ്റ്റയിലെ കുറേ
കുറേ യൂത്ത് പിള്ളേർ ഈ എല്ലാവരും വന്നിട്ട് അയ്യോ അവനെ ഊക്കി എൻ്റെ അളിയാ ഈ പറഞ്ഞ് എന്താ ഈ ഊക്കലെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? സത്യത്തിൽ കളിയാക്കൽ. ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ പറയുന്നത് അതിൻ്റെ അർത്ഥം സത്യത്തിൽ വേറെയാണ്. പണ്ട് ഈ ഊക്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അത് കേൾക്കുന്നവർക്കറിയാം. ഭയങ്കര മോശമായിട്ടുള്ള സംഭവം. ഇപ്പോൾ അടുത്ത പിള്ളേർ അത് കളിയാക്കുക എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. ചില നടിമാരൊക്കെ വന്നിട്ട് അത് ഇരുന്ന് പറയാറുണ്ട് സ്റ്റേജിൽ ഇരുന്ന്. സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം പോലും നിങ്ങൾക്ക് അറിയാതെ കിടന്ന് സംസാരിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ പോച്ചച്ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. പുള്ളിയുടെ ഒരു സംസാര രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എന്താണെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അത് വെച്ചേക്കാം. എന്തായാലും അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയ ഇവിടെ ആരും വളച്ചൊടിച്ചിട്ടൊന്നുമില്ല എൻ്റെ പോച്ചേണ്ണ. നിങ്ങളുടെ സംസാര രീതികളാണ് ഇപ്പം തന്നെ നിങ്ങൾ അയാൾ പറയുന്ന ഒരു പബ്ലിക്കായിട്ട് ഇത്ര ആൾക്കാർ മുമ്പ് വെച്ച് തന്നെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതാ പറഞ്ഞത്, മറ്റേതാ പറഞ്ഞത്, അല്ല അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഒരാളുടെ രീതി മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നടക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നന്നായി. ഒരു സ്ത്രീയെയും പിടിച്ചെന്നാണ് കേൾക്കാറ്. കാരണം കമൻറ്റ് ഇടുന്ന ചില ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, സൂക്ഷിച്ചും കണ്ടും ചെയ്യുക, പണി കിട്ടുകയും ചെയ്യും. പോച്ചേണ്ണൻ്റെ കൂട്ട് അവസാനം ഉണങ്ങി പോവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.